ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ചെറിയ വീഡിയോ ആണ്. ഒരുപാട് സ്റ്റിച്ചിങ് അറിയണം എന്നുള്ള നിർബന്ധമൊന്നുള്ള ഒരു കാര്യമല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പം സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഇപ്പൊ പലരും പ്രിഫർ ചെയ്യുന്നത് ഫിഷ് കട്ട് അണ്ടർ സ്കേർട്ടാണ്. അപ്പൊ നമ്മൾ പല കളറുകളും അന്വേഷിച്ചാൽ ചിലപ്പോൾ ഫിഷ് കട്ട് അണ്ടർസ്കേർട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നോർമൽ കട്ട് അണ്ടർസ്കേർട്ടുകളായിരിക്കും നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ വേറെ വഴിയില്ലാണ്ട് നോർമൽ കട്ട് അണ്ടർസ്കേർട്ട് തന്നെ മേടിക്കും. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി നോർമൽ അണ്ടർസ്കേർട്ടുകളെ നമുക്ക് എങ്ങനെയാണ് ഫിഷ് കട്ട് അണ്ടർസ്കേർട്ടാക്കി മാറ്റാം എന്നുള്ളതും കൂടിയാണ്. അതായത് രണ്ടൊന്ന് തന്നെ, നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് ഫിഷ് കട്ട് അണ്ടർസ്കേർട്ട് അന്വേഷിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്കേർട്ട് മേടിച്ച് നമ്മളത് ഫിഷ് കട്ടിലേക്ക് ആക്കുന്നു. അതല്ല, ഇപ്പൊ നമുക്ക് ഫിഷ് കട്ട് ആയിട്ടുള്ള ഒരു അണ്ടർസ്കേർട്ട് വേണം എന്ന് പുതിയതൊരെണ്ണം മേടിക്കണ്ട. കാരണം നമ്മുടെ കയ്യിൽ തന്നെ ആ കളറുകൾ ചിലപ്പോൾ ഉണ്ടാവും നോർമൽ അണ്ടർസ്കേർട്ടുകളിൽ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ഫിഷ് കട്ട് അണ്ടർസ്കേർട്ട് ആക്കി മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിൾ ആണ്. ഏത് സ്റ്റിച്ചിങ് അറിയണം, ഒരുപാട് കട്ടിങ്ങും ഇതൊന്നും അറിയണമെന്നുള്ള എല്ലാവർക്കും സ്റ്റിച്ചിങ് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സിമ്പിൾ മെത്തേഡ്. അപ്പം എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാനിത് ചെയ്യുമായിരുന്നെങ്കിൽ പോലും, പക്ഷെ ഞാൻ ഒട്ടും ആലോചിച്ചിരുന്നില്ല ഇത് നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്പെടുമെന്ന് എൻ്റെ മനസ്സിൽ വന്നിരുന്നില്ല. പെട്ടെന്നാണ് ഇപ്പൊ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് അയ്യോ ഇത് നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം. അത് മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. കഴിഞ്ഞ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തു, കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നൊന്നല്ല, വീഡിയോസുകളൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് ഇടുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം അല്ലേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നോർമലായിട്ടുള്ള ഒരു അണ്ടർസ്കേർട്ടാണിത്. ഇത് റെഡിമെയ്ഡ് ആയിട്ട് ഉള്ള അണ്ടർസ്കേർട്ടാണ്. ഇത് എൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. അപ്പോൾ സാരിക്ക് ഇടാനായിട്ട് നമ്മൾ അതിനെ ഒന്ന് റീമോഡൽ ചെയ്യാണ്. റെഡിമെയ്ഡ് ആയിട്ടുള്ള അണ്ടർസ്കേർട്ടിനെ നമ്മൾ ഫിഷ് കട്ടായിട്ടുള്ള മോഡലിലേക്ക് ഒന്ന് മാറ്റുകയാണ്. അപ്പം റെഡിമെയ്ഡ് ആയിട്ടുള്ള അണ്ടർസ്കേർട്ടുകൾ നമ്മൾ മേടിക്കുമ്പോൾ നമ്മുടെ ഹൈറ്റിനനുസരിച്ചായിരിക്കില്ല. അപ്പം ഇപ്പോൾ ഈ കസ്റ്റമറിന് ഒരു ലെങ്ത് ഇത്തിരി കൂടുതലാണ്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ലെങ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവരുടെ ലെങ്തിനനുസരിച്ച് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മളിതിനെ ഫിഷ് കട്ടാക്കി മാറ്റാൻ പോകുന്നത്. നമ്മൾ സാധാരണ നോർമൽ ഫിഷ് കട്ട് ചെയ്യുന്ന അത്രയും ഒരു ഫിനിഷിങ് വരില്ല, എങ്കിൽ പോലും നമ്മുടെ ആവശ്യം നടക്കും. ഫിഷ് കട്ട് അണ്ടർസ്കേർട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കാരണം കാലിൻ്റെ ആ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ നോർമൽ കട്ട് അണ്ടർസ്കേർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ കിട്ടുന്ന അതേ വണ്ണത്തിൽ തന്നെ താഴത്തേക്കും, അതായത് ഇത്തിരി കൂടി വണ്ണം കൂടുതലാണ് താഴത്തേക്ക് വരുമ്പോൾ തോന്നുന്നത്. ഇത് ഫിഷ് കട്ടാകുമ്പോൾ താഴത്തേക്ക് വരുമ്പോൾ ഒരിത്തിരി വണ്ണം കുറഞ്ഞ രീതിയിൽ വന്നിട്ടാണ് താഴത്തേക്ക് വരുമ്പോൾ ഇത്തിരി വണ്ണം കുറഞ്ഞ രീതിയിലേക്കാണ് വരുന്നത്. ആ ഒരു രീതിയിലേക്ക് വരുത്താനാണ് നമ്മൾ ഈ ഒരു അണ്ടർസ്കേർട്ടിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ലെങ്ത് വേണ്ടത് 33.5 ഇഞ്ച് മതി. അപ്പം നമ്മൾ ഹൈറ്റിൻ്റെ അനുസരിച്ച്, ഓരോരുത്തരുടെയും ഹൈറ്റിനനുസരിച്ച് ലെങ്ത് വേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് ഞാനിവിടെ 1 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മടക്കി അടിക്കാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫിഷ് കട്ടിൻ്റെ കട്ടിങ് അല്ല, നമ്മൾ കട്ട് ചെയ്യുന്നു, ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ടക്ക പോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിക്കാം.
ആദ്യം ഇത് നമ്മൾ ഈ ഒരു അളവിൽ കട്ട് ചെയ്തിപ്പോൾ മടക്കിയടിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മളിത് സാധാരണ പോലെ തന്നെ ഫുള്ളോടെ അടിവശം മടക്കിയടിക്കുകയാണ്. ഇത് ലെങ്ത് കുറയ്ക്കേണ്ടവർക്ക് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ലെങ്ത് കുറയ്ക്കേണ്ടാത്തവർക്ക് അതേപോലെ തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഫിഷ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ മടക്കി അടിച്ചിട്ട് കൊണ്ടുവരാം. ഇതായപ്പോൾ നമ്മൾ അണ്ടർ സ്കേർട്ടിൻ്റെ അടിവശം മടക്കിയെടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഇപ്പോൾ നല്ല സൈഡ് ഉള്ളിൽ വരുന്ന പോലെ നമ്മുടെ ജോയിൻ്റ് വരുന്ന സ്ഥലം പുറത്തേക്ക് വരുന്ന പോലെയാണ് ഞാനിപ്പോൾ ഇതിട്ടിരിക്കുന്നത്. ഓക്കെ. എന്നിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള അണ്ടർ സ്കേർട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെവിടെയൊക്കെ ജോയിൻറ്റുകൾ വരുന്നുണ്ടെന്ന് നോക്കുക. ഇപ്പം ഈ അണ്ടർ സ്കേർട്ടിന് ഈ ഒരു സൈഡ് ജോയിൻ്റ് ഉണ്ട്, ഇപ്പുറത്തെ സൈഡും ജോയിൻ്റ് ഉണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു ജോയിൻറ്റിൽ നിന്ന് കുറച്ച് അകലത്തിൽ മാത്രം ഇവിടെ, അതുപോലെ തന്നെ ഇപ്പുറത്തും ഇതിൻ്റെ ഈ ജോയിൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് രണ്ട് ജോയിൻറ്റുകളും വരുന്നത്. അപ്പോൾ ഈ ജോയിൻറ്റുകളിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണം, അല്ലാണ്ട് വേറെ അഴിക്കുകയോ വേറെ കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എടുക്കുന്നത് നമ്മൾ താഴെ നിന്ന് ഈ സ്കേർട്ടിൻ്റെ അടിവശത്ത് നിന്ന് നമ്മളൊരു 14 ഇഞ്ച്, ഇതിപ്പോൾ ഹൈറ്റ് അത്ര അധികം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. 14 ഇഞ്ച് മാർക്ക് ചെയ്തു. 14 ഇഞ്ചിൽ നിന്ന് മുകളിലേക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക, താഴേക്കും 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് 14 ഇഞ്ച് മാർക്ക് ചെയ്തത്, 14 ഇഞ്ച് മാർക്ക് ചെയ്തത് ഹൈറ്റ് കുറവുള്ളവർക്കാണ്. എന്നാൽ ഹൈറ്റ് മീഡിയം ഹൈറ്റ് ഉള്ളവർക്ക് 15 എടുക്കാം, നല്ല ഹൈറ്റ് ഉള്ളവർക്ക് 16 എടുക്കാം. ആ ഒരു റേഞ്ചിൽ എടുക്കുക. എന്നിട്ട് അവിടുന്ന് 14 നിന്ന് നമ്മൾ 6 ഇഞ്ച് മുകളിലേക്കും 6 ഇഞ്ച് താഴത്തേക്കും മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മുടെ ഈ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പോയേക്കുന്ന ആ ഒരു സ്റ്റിച്ചിൻ്റെ കൂടി 1 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിത് ഈ മുകളിൽ നമ്മൾ വരച്ച 6 ഇഞ്ചിൽ നിന്ന് നമ്മൾ ചുരിദാറിന് ടക്ക് ഇടുന്ന പോലെ ഈ 1 ഇഞ്ചിൽ കൂടി കൊണ്ടുവന്ന് താഴെ 6 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യണം. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുത്തു. ഇവിടെ നമ്മൾ താഴേന്ന് 14 കൊണ്ടുവന്നു, അതിൽ നിന്ന് 6 ഇഞ്ച് മുകളിലേക്ക് 6 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ടക്ക് പോലെ വരച്ചു. ഇത് ഒരു സൈഡിൽ. അതുപോലെ തന്നെ കറക്റ്റ് അപ്പുറത്തെ സൈഡിലെ ജോയിന്റിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സൈഡും മാർക്ക് ചെയ്തു, ഇപ്പുറത്തെ സൈഡും മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ചെറിയ പാനലുണ്ടല്ലോ, ഇത് വലിയ പാനലാണ്, ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഇതും വലിയ പാനലാണ്. ആ പാനലിൽ വരുന്നതിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ടക്കിട്ട് കൊടുത്തത്. ഇനി വരുന്നത് ഈ ചെറിയ പാനലിലാണ്. ചെറിയ പാനലിൽ നമ്മൾ ചെറിയ പാനൽ എടുത്തിട്ട് ഇതുപോലെ തന്നെ നീളത്തിലെടുക്കുക. എന്നിട്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്ത് മുകളിലേക്കും താഴേക്കും 6 ഇഞ്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് ചെറിയ പാനലായതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് ടക്കാക്കി കുറച്ചത്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ പാനലിൽ ഇവിടെ ഓൾറെഡി നമ്മൾ സൈഡ് പാനലിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് 1/2 ആൻഡ് 1/2 ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ ഇപ്പുറത്തെ ചെറിയ പാനലിലും നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യുക.
6 ഇഞ്ച് മാർക്ക് ചെയ്യാം. 6 ഇഞ്ച് താഴത്തേക്ക് മുകളിലേക്ക്. ഇവിടെ നമ്മൾ അരയിഞ്ച് എടുക്കുക. ഇവിടെ നമ്മൾ അരയിഞ്ചാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിത് ടക്ക് പോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റിച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ഓരോ ടക്കിൽ കൂടിയും സ്റ്റിച്ച് ചെയ്ത് വെച്ചു. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതെല്ലാം സ്റ്റിച്ച് ചെയ്തു. ഇനി ഞാൻ മറിച്ചിട്ട് കാണിക്കാം. ഇപ്പോൾ ഫിഷ് കട്ടിൻ്റെ പോലെ താഴെ നമുക്ക് ഫ്ലെയർഡ് ആയിട്ടും ഇവിടെ നമുക്കൊരു ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. കണ്ടോ? ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള അണ്ടർ സ്കേർട്ട് തന്നെ നമുക്ക് ഫിഷ് കട്ടിൻ്റെ പാറ്റേണിലേക്ക് ആക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.